നമ്മുടെ ചാനലിൽ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ കൂടി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. വെൽക്കം ടു പിസ്റ്റണൈസ്ഡ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ വിറ്റാര ബ്രെസയാണ്. തൃശ്ശൂരുള്ള പോപ്പുലർ മാരുതിയാണ് നമുക്ക് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത്. BS6 ആയപ്പോൾ വിറ്റാര ബ്രെസയ്ക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ടത് വിറ്റാര ബ്രെസ കംപ്ലീറ്റ്ലി പെട്രോൾ എഞ്ചിനിലേക്ക് മാറി എന്നുള്ളതാണ്. പണ്ട് ഡീസൽ എഞ്ചിൻ മാത്രമാണ് വിറ്റാര ബ്രെസയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി മുതൽ പെട്രോൾ എഞ്ചിൻ മാത്രമാകും ഈ ഒരു വാഹനത്തിൽ ഉണ്ടാവുക. ഇനി നമുക്ക് എഞ്ചിൻ നോക്കാം. 103 bhp 6000 rpmലും 138 Nm ടോർക്ക് 4400 rpmലും പ്രൊഡ്യൂസ് ചെയ്യുന്ന 1.5 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണിത്. ഈ ഒരു വാഹനത്തിൽ മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി കൂടിയുണ്ട്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഡിസൈൻ നോക്കാം. ഫേസ് ലിഫ്റ്റ് ആണെങ്കിലും പണ്ടത്തെ വിറ്റാര ബ്രെസയുടെ ഗാംഭീര്യമൊന്നും പോയിട്ടില്ല. വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായ ബോഡി ലൈൻസ് ബോണറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് വിറ്റാര ബ്രെസയുടെ ഒരു ഗ്രില്ലാണ്. വലിയൊരു ക്രോം പ്ലേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നടുവിലായി സുസുക്കിയുടെ ലോഗോ നമുക്ക് കാണാം. വണ്ടിപ്രാന്തൻ പറയുന്നത് പോലെ ക്രോമിൻ്റെ ഒരു അതിപ്രസരം നമുക്ക് കാണാം. കുറച്ച് ബ്ലാക്ക് ഇൻസേർട്ട്സ് കൊടുത്ത് ഗ്രില്ല് മനോഹരമാക്കാമായിരുന്നു. ഹെഡ്ലൈറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഫുൾ LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് സെറ്റപ്പാണ്. അതിൻ്റെ അടിയിലായി ഒരു DRL സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ഹൗസിങ്ങിലാണ് ഫോഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. ഇതും LED ആണ്. വലിയൊരു എയർ ഡാമാണ് വാഹനത്തിനുള്ളത്. അതിൻ്റെ നടുവിലായി നമുക്കൊരു അലുമിനിയം ഫിനിഷ് കാണാം. അതിൻ്റെ ചുവട്ടിലായി ഒരു സ്കിഡ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈൽ നോക്കാം. സൈഡ് പ്രൊഫൈലിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. 3995 mm ആണ് വാഹനത്തിൻ്റെ നീളം. 2500 mm വീൽ ബേസുമുണ്ട്. 200 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. വാഹനത്തിൻ്റെ ചുറ്റുവരം ഒരു ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളും എന്നാൽ അട്രാക്റ്റീവുമായ ബോഡി ലൈൻസാണ് സൈഡ് പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ളത്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു ORVM ആണ് വാഹനത്തിനുള്ളത്. ഒരു റൂഫ് റെയിൽ നമുക്ക് കാണാം, പക്ഷേ അത് ഫങ്ഷണൽ അല്ല. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ടയർ പ്രൊഫൈൽ നോക്കാം. 215/60R16 ടയേഴ്സാണ് വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. വളരെ സ്പോർട്ടിയായ ഡുവൽ ടോൺ അലോയ്സാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് നൽകിയിട്ടുള്ളത്. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ മാക്പിയസൺ സ്ട്രട്ടും ബാക്കിൽ ടോർഷൻ ബീമുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് പ്രൊഫൈൽ നോക്കാം. ബാക്ക് പ്രൊഫൈലിൽ വന്ന വലിയ മാറ്റം ഈ ഒരു ടെയിൽ ലൈറ്റിലാണ്. ടെയിൽ ലൈറ്റിൻ്റെ ഷേപ്പ് മാറിയിട്ടില്ല, പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ എലമെൻറ്റ്സ് എല്ലാം മാറിയിട്ടുണ്ട്. ഒരു ഫുൾ LED ടെയിൽ ലൈറ്റാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ വിറ്റാര ബ്രെസ എന്ന് വളരെ മനോഹരമായി ഒരു ക്രോം സ്ട്രിപ്പിൽ കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് ഹൈബ്രിഡ് എന്നൊരു ബാഡ്ജിങ് നമുക്ക് കാണാം. ബാക്കിലത്തെ ബമ്പറിലും നമുക്കൊരു അലുമിനിയം ഫിനിഷ് കാണാം. വശങ്ങളിലായി റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഒരു സ്പോയിലർ നമുക്ക് കാണാം. അതിൽ തന്നെയാണ് സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുള്ളത്. പിന്നെ റിയർ ഗ്ലാസ് ഏരിയയിൽ വൈപ്പറും ഡിഫോഗറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. 328 ലിറ്ററാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. മോശമല്ലാത്തൊരു ബൂട്ട് സ്പേസ് ആണത്. സൈഡിലായി ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാം. ഇനി സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ സൈസ് സ്പെയർ വീലാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ അലോയ്സ് അല്ല. ഒരു ബൂട്ട് ലാമ്പും ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 60/40 റേഷ്യോയിൽ മടക്കാൻ കഴിയുന്ന സീറ്റ്സാണ് വാഹനത്തിനുള്ളത്. പിന്നെ ഒരു പാർസൽ ട്രേയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കാം.
ഇതാണ് ഡ്രൈവർ സൈഡ് ഡോർ. പവർ വിൻഡോസിൻ്റെയും ലോക്ക് അൺലോക്കിൻ്റെയും സ്വിച്ചസ് നമുക്ക് ഇതിൽ കാണാം. പിന്നെ ഒരു അലുമിനിയം ഫിനിഷ് ഡോറിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഡോർ ഹാൻഡിലിൽ ഒരു ക്രോം ഫിനിഷ് നമുക്ക് കാണാം. പിന്നെ ഡോറിൽ ഒരു ഫാബ്രിക് ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് നോക്കാം. ബ്ലാക്ക് നിറമാണ് ഡാഷ്ബോർഡിന് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്കൊരു അലുമിനിയം സ്ട്രിപ്പ് കാണാം. പിന്നെ പല ഭാഗങ്ങളിലായി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും നൽകിയിട്ടുണ്ട്. ഇനി സെൻറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു 7-inch ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവ നമുക്ക് കണക്ട് ചെയ്യാം. അതിൻ്റെ അടിയിലായി ഓട്ടോമാറ്റിക് AC-യുടെ കൺട്രോൾസാണ് കൊടുത്തിട്ടുള്ളത്. നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള സ്വിച്ചസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് നടുവിലായി നമുക്ക് ചെറിയ ക്രോം ഫിനിഷ് കാണാം. അതിന് താഴെയായി 12 വോൾട്ട് ചാർജിങ് സോക്കറ്റും ഓക്സ് USB പോർട്ടും നൽകിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ സ്റ്റോറേജ് സ്പേസസ് നോക്കുകയാണെങ്കിൽ കുറച്ചധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിലായി ഒരു ഗ്ലൗ ബോക്സ് നമുക്ക് കാണാം. ഇതിന് കൂളിംഗ് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ ഡീസൻറ്റ് സൈസുള്ള ഒരു ഗ്ലൗ ബോക്സാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എല്ലാ ഡോറിലും 1 ലിറ്റർ ബോട്ടിൽ സൂക്ഷിക്കാൻ കഴിയും. സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നൊരു ആംറസ്റ്റാണ് വാഹനത്തിനുള്ളത്. അതിനുള്ളിൽ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോൺ ചാർജ് ചെയ്യാനുള്ളൊരു സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സൺഗ്ലാസ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഒരു ഓട്ടോ ഡിമ്മിങ് IRVM ആണ് കൊടുത്തിട്ടുള്ളത്. കോ ഡ്രൈവർ സൈഡിൽ വാനിറ്റി മിററിൻ്റെ ഒപ്പം ഒരു ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലെതർ ഫിനിഷുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. മൗണ്ടഡ് ബട്ടൺസ് ഉപയോഗിച്ച് നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നാവിഗേറ്റ് ചെയ്യാം. പിന്നെ ക്രൂസ് കൺട്രോളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ കഴിയും, പക്ഷേ ടെലിസ്കോപ്പിക് അല്ല. ഇതാണ് വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ലെഫ്റ്റ് സൈഡിൽ ടാക്കോമീറ്ററും റൈറ്റ് സൈഡിൽ സ്പീഡോമീറ്ററുമാണ് കൊടുത്തിട്ടുള്ളത്. നടുവിലായി ഒരു MIDയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് ടു എംപ്റ്റി, ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ, പിന്നെ 2 ട്രിപ്പ് മീറ്റേഴ്സും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി ഉള്ള കാരണം നമുക്ക് എനർജി ഫ്ലോയും ഇതിൽ കാണാം. ഇനി നമുക്ക് ബാക്കത്തെ സ്പേസിങ് നോക്കാം. മോശമല്ലാത്ത റിക്ലൈൻ ആംഗിളാണ് സീറ്റിന് നൽകിയിട്ടുള്ളത്. ബാക്കിൽ 3 പേർക്ക് ഇരിക്കാം, പക്ഷേ നടുവിലിരിക്കുന്ന ആൾക്ക് സെൻറ്റർ ടണൽ ഒരു കുഴപ്പമായി തോന്നും. നല്ലൊരു അണ്ടർ തൈ സപ്പോർട്ടും നീ റൂമും കൊടുത്തിട്ടുണ്ട്, പക്ഷേ ലെഗ് റൂം കുറച്ച് കുറവാണ്. നല്ലൊരു ഹെഡ് റൂമാണ് വാഹനത്തിനുള്ളത്. ഇനി ബാക്കത്തെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ പുറകിലേക്ക് AC വെൻറ്റും 12 വോൾട്ട് ചാർജിങ് സോക്കറ്റും ഒന്നും കൊടുത്തിട്ടില്ല. ഒരു സെൻറ്റർ ആംറസ്റ്റ് നമുക്ക് കാണാം. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ് ബാക്കിലുള്ളത്, പക്ഷേ നടുവിൽ ഹെഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ മോശമല്ലാത്തൊരു ഗ്ലാസ് ഏരിയയും ഈ ഒരു വാഹനത്തിനുണ്ട്. ഇനി നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഒരു ലീനിയർ ആക്സലറേഷനാണ് നമുക്ക് വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിൽ സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി ഉള്ള കാരണം നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഈ ഒരു ഇലക്ട്രിക് മോട്ടോർ ടോർക്ക് അസിസ്റ്റൻസ് നൽകുന്നുണ്ട്. ഇനി വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക് മോഡലാണ്. ഇതിലൊരു 4 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടാണ് ഗിയർ ഷിഫ്റ്റ് എല്ലാം നടക്കുന്നത്. ഈ ഒരു വാഹനത്തിൽ ഡ്രൈവിംഗ് മോഡുകളൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഗിയർ ലിവറിൻ്റെ അവിടെ L2 എന്നീ ഓപ്ഷൻസ് നമുക്ക് കാണാം. കൂടുതൽ ടോർക്ക് ആവശ്യം വേണ്ട സമയത്ത് നമുക്കൊരു ഗിയർ ലിവർ L മോഡിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ കയറ്റങ്ങളൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കയറാൻ സാധിക്കും. പിന്നെ ഗിയർ ലിവറിൻ്റെ അവിടെ OD എന്നൊരു ബട്ടൺ നൽകിയിട്ടുണ്ട്. നമുക്ക് വാഹനം സഡനായിട്ട് ഒരു ഓവർടേക്ക് നടത്തണമെങ്കിൽ ആ ഒരു ബട്ടൺ ഉപയോഗിക്കാം. ഈ ഒരു 4 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് കൂടാതെ ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് വാഹനത്തിനുള്ളത്.
5.2 മീറ്ററാണ് വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ്. വളരെ കംഫർട്ടബിളായ ഒരു സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. പിന്നെ നല്ലൊരു റെസ്പോൺസാണ് നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ നിന്ന് ലഭിക്കുന്നത്. മൈലേജ് നോക്കുകയാണെങ്കിൽ മാനുവൽ ഓപ്ഷന് 17.3 kmpl-ഉം ഓട്ടോമാറ്റിക് ഓപ്ഷന് 18.7 kmpl-ഉമാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. സാധാരണ ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് വരുമ്പോൾ മൈലേജ് കുറയുകയാണ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ മൈലേജ് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി ഉള്ള കാരണമാണ്. ഇനി വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയൊരു വാഹനമാണിത്. കൂടാതെ 2 എയർ ബാഗ്, ABS, EBD എന്നിവ നൽകിയിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് മോഡലിന് ഹിൽ ഹോൾഡ് അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ പ്രൈസിങ് നോക്കാം. 7.3 ലക്ഷം രൂപ മുതൽ 11.47 ലക്ഷം രൂപ വരെയാണ് വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസിങ്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഒരു പിസ്റ്റണൈസ്ഡ് സ്കോർ നൽകാം. വാഹനത്തിൻ്റെ ഡിസൈന് 7-ഉം കംഫർട്ടിന് 6-ഉം സേഫ്റ്റിക്കും ഡ്രൈവബിലിറ്റിക്കും 7-ഉം പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ 6 മാർക്കുമാണ് നമ്മൾ നൽകുന്നത്. അങ്ങനെ മൊത്തം 33 മാർക്കാണ് നമ്മൾ വിറ്റാര ബ്രെസയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വിറ്റാര ബ്രെസയുടെ റിവ്യൂ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. പക്ഷേ എല്ലാവരും പോകാൻ വരട്ടെ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ കൂടി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വണ്ടികളെ പറ്റിയോ അതിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജീസിനെ പറ്റിയോ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള ഡൗട്ട് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.